ഹലോ ഗായ്സ്, വെൽക്കം ടു അരോമ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് കൊണ്ടാട്ടമാണ്. നമ്മൾ ആദ്യം അതിനായിട്ട് ബീഫ് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്രഷ്ഡ് ചില്ലി, കോൺഫ്ലോർ, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കോക്കനട്ട് ഓയിൽ, തക്കാളി, ടൊമാറ്റോ സോസ്, ഒരു വലിയ ഓനിയൻ സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പച്ചമുളക്. നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാം. അതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ബീഫ് നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് ഫ്രൈ ചെയ്ത് സെയിം ഓയിലിലേക്ക് ഒരു വലിയ ഓനിയൻ സ്ലൈസ് ചെയ്തത്, നമുക്കതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ഇടാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്കിനി ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്രഷ്ഡ് ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ ഇടണം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റെഡിയായി.
അങ്ങനെ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക് യു.